ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിക്കൻ റോസ്റ്റ് കഴിക്കാനായിട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് നന്നായി കഴുകി മുറിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മീറ്റ് മസാല പൗഡറാണ്. അപ്പോൾ അത് ഞാൻ പാക്കറ്റ് വാങ്ങുന്ന മീറ്റ് മസാല പൗഡർ അതൊരു 1/2 ടീസ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്. അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നല്ല പാകത്തിന് നമുക്ക് കറക്റ്റ് അളവായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് കറിവേപ്പില ഇപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്തും കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു വലിയ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ 2 ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഇതൊക്കെ കൂടിയിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് ചുരുങ്ങിയത് 4 മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഏറ്റവും ചുരുങ്ങിയത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തേക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. കാരണം ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിൽ ആ ചെറുനാരങ്ങയുടെ വെള്ളവും ഇതൊക്കെ ഉണ്ടാവും. അതൊന്നും കളയാണ്ട് തന്നെ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഫുള്ള് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓയിൽ തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വേവിക്കണം. അപ്പോൾ 1/4 വേവിച്ചാൽ മതി. ഈ സമയത്ത് 1/4 വേവിക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സബോള, ഒരു 4 സബോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ചിക്കൻ 1/4 വേവാവുന്ന സമയത്ത് ഈ പാനിൻ്റെ മൂടി തുറന്നിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാന് വീണ്ടും മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് വീണ്ടും ചിക്കൻ ഫുള്ള് വേവണ വരെ, നല്ല സോഫ്റ്റായിട്ട് വേവണ വരെ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ ഈ വെള്ളം ഊറി വന്ന് ഇത് വെന്തോളും. അപ്പോൾ ഇത് ഫുള്ള് വെന്ത് കഴിഞ്ഞാൽ തുറക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളക്, അതായത് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അല്ല, 2 ടേബിൾ ടീസ്പൂൺ കുരുമുളക്. അത് കുരുമുളക് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടി പാക്കറ്റ് വാങ്ങുന്ന പൊടി ഇട്ടാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ വാങ്ങി പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് മൂടി തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.